അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 27. പാരായണ മര്യാദകൾ. ഇതര ഗ്രന്ഥങ്ങളെപ്പോലെ കണക്കാക്കാവുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ. ഒരു ഗ്രന്ഥത്തിലെ ഉള്ളടക്കം ശരിക്ക് ഗ്രഹിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീടത് വായിക്കുന്നതിൽ വലിയ പ്രയോജനമൊന്നുമില്ല. കവിഞ്ഞ പക്ഷം മറന്നു പോകാതിരിക്കുവാനായി ഇടയ്ക്ക് ഓരോന്ന് നോക്കേണ്ടി വരുമെന്ന് മാത്രം. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. അത് വായിക്കുന്നത് തന്നെ ഒരു പുണ്യകർമ്മമാണ്. അതിലെ വചനങ്ങൾക്ക്, അതിലെ വിജ്ഞാനങ്ങൾക്ക് ഒടുക്കമില്ല. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും മുമ്പ് കാണാത്ത പല വിജ്ഞാനങ്ങളും തത്വങ്ങളും പുത്തനായി അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. വിശ്വാസദാർഢ്യവും മാനസിക പരിവർത്തനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലും കാരുണ്യത്തിലുമുള്ള ആവേശവും ആഗ്രഹവും അവൻ്റെ ശിക്ഷയെയും കോപത്തെയും കുറിച്ചുള്ള ഭയവും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതിലെ ദൃഷ്ടാന്തങ്ങൾ കൂടുതൽ സ്പഷ്ടമായിക്കൊണ്ടിരിക്കും. ആശ്ചര്യങ്ങൾ കൂടുതലായിക്കൊണ്ടിരിക്കും. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അള്ളാഹുവിൻ്റെ വചനത്തിന് ഇതര വചനങ്ങളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെ അപേക്ഷിച്ചിട്ടുള്ള ശ്രേഷ്ഠത പോലെയാകുന്നു. ഇതാണ് ഖുർആനും ഇതര വചനങ്ങളും തമ്മിലുള്ള താരതമ്യത്തിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല മര്യാദകളും പ്രത്യേകം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതർഹിക്കുന്ന തരത്തിലുള്ള ബഹുമാനത്തോടും അച്ചടക്കത്തോടും കൂടിയായിരിക്കേണ്ടതുമുണ്ട്. അഊദും ബിസ്മിയും കൊണ്ടായിരിക്കണം ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നതിനാണ് അഊദു എന്ന് പറയുന്നത്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദുഹൽ 98. നീ ഖുർആൻ പാരായണം ചെയ്യുന്നതായാൽ ആട്ടപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ആരംഭിക്കുന്നതിനാണ് ബിസ്മി എന്ന് പറയുന്നത്. ഒന്നാമതായി അവതരിച്ച ഖുർആൻ വചനം തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ പാരായണം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നതായിരുന്നുവല്ലോ. ഖുർആൻ എന്നു മാത്രമല്ല, ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് ഹദീസുകളാൽ വ്യക്തമാണ്. അഊദിൻ്റെയും ബിസ്മിയുടെയും പൂർണ്ണ രൂപം എല്ലാവർക്കും അറിയാമല്ലോ.